ഹായ് ഹലോ അങ്ങനെ ദുഃഖവെള്ളിയുടെ ഒരുക്കങ്ങളാണ് ഞങ്ങൾ 14 സ്ഥലങ്ങൾ വെക്കേണ്ട കുരിശ് പെയിന്റ് അടിച്ച് മുറിച്ച് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനും മാട്ടിനച്ഛനും പിന്നെ അവിടുത്തെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുരിശൊക്കെ പെയിന്റ് അടിച്ച് സെറ്റാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വെള്ളം നിറയ്ക്കാനുള്ള പരിപാടിയിലേക്ക് പോയിട്ട്, ഇത് ഞാൻ വീട്ടിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ജിമ്മിൽ പോകേണ്ട പൈസ ലാഭിക്കേണ്ടി സാധനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരെ വെള്ളമൊക്കെ എടുത്ത് അവിടെ കൊണ്ടുപോയി വെച്ചു. ഇപ്പം ഞങ്ങൾ കുരിശുകളൊക്കെ ഒരു വണ്ടിയിലേക്ക് കയറ്റി ഞങ്ങൾ 14 സ്ഥലങ്ങൾ വെക്കാനായിട്ട് പോയി. ഇപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ വന്ന് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 14 സ്ഥലങ്ങൾ നമ്മൾ വെക്കുകയാണ്. 14 സ്ഥലങ്ങളിൽ നമ്മൾ വെച്ച് അവിടെയാണ് നമ്മൾ പ്രയറൊക്കെ നമ്മൾ ചൊല്ലുന്നത്, നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ. പിന്നെ തിരിച്ച് പള്ളിയിലേക്ക് വന്നിട്ട് നമ്മുടെ ഈശോയുടെ ഒരു ടേബിൾ ചെയ്ത വണ്ടി നമ്മൾ അലങ്കരിക്കുകയാണ്. അപ്പോൾ സിസ്റ്റേഴ്സും പിള്ളേരും എല്ലാവരും കൂടി നമ്മൾ ആ വണ്ടി അങ്ങോട്ട് അലങ്കരിച്ചു. അത് കഴിഞ്ഞ് ഈശോനെ നമ്മൾ ഒരുക്കി, നമ്മൾ നേരെ ചെന്ന് ഈശോനെ ഒരുക്കി. അപ്പോൾ നമ്മൾ നേരെ തന്നെ നമ്മൾ പരിഹാര പ്രദക്ഷിണം ആരംഭിച്ചു. പള്ളിയിലത്തെ പ്രോഗ്രാംസൊക്കെ തിരുക്കർമ്മങ്ങളൊക്കെ മറ്റു റീലിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇതിനകത്ത്. അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമ്മുടെ ഈശോ മനോഹരമായിരുന്നു പരിപാടി. അതിനാണ് നമ്മുടെ പയ്യൻ ചിരിക്കുന്നുണ്ട്, നമ്മൾ ആ വീടിലൊക്കെ കണ്ടപ്പോൾ പയ്യൻ ചിരിക്കണം, എന്ത് രസമാണ് അവൻ്റെ ചിരി. അപ്പം അങ്ങനെ കണ്ടോ, ഇത്രയും ആൾക്കാരുടെ ഇടയിൽ കൂടെയാണ് നമ്മുടെ ഈ ടേബിളെ കൊണ്ടുപോകുന്നത്. ഇത്രയും പേര് പങ്കെടുത്തോട്ട് ഇവിടുത്തെ പരിഹാര പ്രദക്ഷിണത്തിൽ. എല്ലാവരുടെ കയ്യിൽ കുരിശൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭക്തി സാന്ദ്രമായിരുന്നു ഇവിടുത്തെ ജനം ആ ഒരു പരിഹാര പ്രദക്ഷിണം പങ്കെടുത്ത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും മണ്ണായിക്കോട്ടെ കല്ലായിക്കോട്ടെ പൊടി ആയിക്കോട്ടെ അവിടെ എല്ലാവരും ഇരിക്കാൻ പറ്റുന്നവരൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും പറ്റുന്നവരൊക്കെ മുട്ടുകുത്തി അവർ പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ നമ്മൾ ഈശോയുടെ ഒരു ടേബിൾ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമ്മൾ 4-5 സ്പോട്ട് കാണിക്കാനാണ്. അപ്പോൾ ആദ്യത്തെ സ്പോട്ടിൽ ഈശോ ഇങ്ങനെ ചാട്ടാവാറായിട്ട് കൊണ്ട് നിൽക്കുന്ന ഒരു സംഭവം നമ്മൾ കാണിച്ചു. പിന്നെ വേറോനിക്ക് ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്ന സംഭവം കാണിച്ചു. പിന്നെ മാതാവ് ഈശോയെ കണ്ടുമുട്ടുന്ന രംഗം കാണിച്ചു. അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ നമ്മൾ ഈശോ നിലത്ത് വീഴുന്ന കുരിശുമായിട്ട് നിലത്ത് വീഴുന്ന ഒരു രംഗം കാണിച്ചു. പിന്നെ ഈശോനെ നമ്മൾ കുരിശിൽ തറയ്ക്കുന്ന രംഗം കാണിച്ചു. എല്ലാം കഴിഞ്ഞ് നമ്മൾ പള്ളിയിലേക്ക് എത്തിയ സമയത്ത് ഈശോ കുരിശിൽ മരിക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണിച്ചു. അങ്ങനെ ഇത്രയും ടേബിൾ നമ്മൾ കാണിച്ചത് എല്ലാവർക്കും വളരെ ഇഷ്ടമായി ഇതാണ് നമ്മൾ വിചാരിക്കുന്നത്. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ നമ്മൾ വഴിയിൽ വെച്ചിരുന്ന കുരിശ് എടുക്കാൻ പോയി. കാരണം ഇപ്പോൾ അടുത്തിൽ മിക്കത് ആൾക്കാർ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നേരെ ഞങ്ങൾ ചെന്നു ആ കുരിശുകളൊക്കെ കയറ്റിയപ്പോൾ ചെന്നപ്പോൾ നമ്മുടെ പിള്ളേർ ഫുൾ വൈബ്, പിള്ളേർ രക്ഷയില്ല. നേരെ പിള്ളേരെ വണ്ടി കയറ്റി ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പോവാണ്, കുരിശെടുക്കാൻ പോവാണ്. പിള്ളേർക്ക് ഒരു പേടിയില്ല കേട്ടോ ബേക്കിൽ നിൽക്കാനായിട്ട്. ശരിക്കും എനിക്ക് കുറച്ചൊക്കെ പേടിയുണ്ടായിരുന്നു, പക്ഷെ എന്നാലും പിള്ളേർ സോ ഹാപ്പി, ഒരു രക്ഷയില്ല. ആ പയ്യനൊക്കെ എൻ്റെ അടുത്ത് തൊട്ടടുത്ത് വന്നിരുന്നു. നമ്മുടെ നാട്ടിൽ പിള്ളേർക്ക് ഇങ്ങനെ പോവോ, എൻ്റെ പയ്യ നോക്കി ഭയങ്കര ഹാപ്പിയായി, അടിപൊളി.